പ്രാർത്ഥിച്ച് നടന്നായിരുന്നു. പോകാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഏട്ടൻ പോയി പ്രാർത്ഥിച്ച് നടന്നായിരുന്നു. 1 വർഷമായി പോയിട്ട്. പിന്നെ ചേച്ചിയുടെ മോൻ 10ാം ക്ലാസ് ജയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രാർത്ഥിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. വന്ന സ്ഥലം എവിടെയായിരുന്നു? നാവായിക്കുളം അല്ലേ? ശരി. ഒരുപാട് പ്രതീക്ഷകളോടാണ് ഓരോ വ്യക്തികളും ഈ പുണ്യഭൂമിയിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വന്ന് ഭഗവാനോട് എന്തും തുറന്നു പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അത് നടക്കും, നമ്മുടെ വിഷമങ്ങൾ തീരും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഒരു ഫാമിലി ചേരുന്നുണ്ട്. എന്തായാലും അവരുടെ വാക്കുകളിലേക്ക് തന്നെ പോവാം. நான் கோயம்புத்தூர்லேருந்து வரேங்க. நான் இந்த சேனலில் இந்த கோயில் பற்றி கேள்விப்பட்டேன். நம்ம நினச்சது நடக்கும்னு சொன்னாங்க. இங்கே ஒரு வீட்டு கிரகப்பிரவேசத்துக்கு வந்தேன். அப்படியே இந்த கோயிலுக்கு வந்துட்டு போகலான்னு வந்தாங்க. எனக்கு கொஞ்சம் வேண்டுதலாக இருக்குது. அதெல்லாம் நடக்கணும், சாமிகிட்ட வேண்டிட்டு போகலான்னு வந்தாங்க. ஓகேங்க. Hello, this is Sudha here. This is Mohan. We are from Coimbatore. We got to know about this Lakshmi Narayana temple through Facebook and through one of our friends. We are feeling so blessed coming here and getting the divine blessings of Goddess. Thank you. ഭഗവാനിൽ നിന്ന് അവർ കോയമ്പത്തൂരിൽ നിന്നും ഇത്രയും ദൂരം ഭഗവാന്റെ ഒരു പുണ്യഭൂമിയിലേക്ക് അവർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും ഭഗവാന്റെ പുണ്യഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം അവർ ആഗ്രഹിച്ച അവരുടെ ആഗ്രഹം നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. വിശ്വാസത്തിന്റെ വെളിച്ചമായി വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ഭക്തജനങ്ങളുടെ ആത്മീയ ആശ്രയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം കാലങ്ങളായി തലമുറകൾ കൈമാറി വന്ന വിശ്വാസവും അനുഭവങ്ങളും ചേർന്ന ഒരു ദൈവിക സാന്നിധ്യമായാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. നല്ല ബന്ധങ്ങൾ ലഭിക്കും. കുടുംബജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിറയും. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ, തൊഴിൽ ലഭിക്കാതെ വിഷമിക്കുന്നവർ, വ്യാപാരത്തിൽ നഷ്ടം അനുഭവിക്കുന്നവർ ഭക്തിപൂർവ്വം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുമെന്ന വിശ്വാസം ഭക്തർക്കിടയിൽ ശക്തമാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം കടന്നുപോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളായാലും മാനസിക സമ്മർദ്ദങ്ങളായാലും കുടുംബ പ്രശ്നങ്ങളായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും ഇതെല്ലാം മാറി സമാധാനവും ആത്മവിശ്വാസവും നേടാൻ ഇവിടെ നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും എത്തുന്നത്. സത്യസന്ധമായ മനസ്സോടെ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതായി നിരവധി ഭക്തരുടെ അനുഭവങ്ങൾ പറയുന്നു. കുടുംബത്തിന്റെ സൗഖ്യമായാലും സന്താനഭാഗ്യമായാലും തൊഴിൽ പുരോഗതിയായാലും വ്യാപാര വളർച്ചയായാലും കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തരും പറയുന്നത്. ഇത്തരം വിവിധ അഭിലാഷങ്ങളുമായി ദിവസേന നിരവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് പുതിയ വെളിച്ചമായി, പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്ന ആത്മീയ കേന്ദ്രമായി, ഭക്തരുടെ വിശ്വാസത്തിന്റെ തൂണായി ഇന്നും നിലകൊള്ളുകയാണ് കൊല്ലം ജില്ലയിലുള്ള വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം. എന്തായാലും ഈ ഒരു പുണ്യഭൂമിയിലേക്ക് ഒരുപാട് ജനങ്ങളാണ് ഓരോ ദിവസവും എത്തിച്ചേരുന്നത്. കാരണം അത്രയേറെ വിശ്വാസമാണ് ഈ ഒരു പുണ്യഭൂമിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭഗവാന്റെ മണ്ണിൽ അത്രയും ജനങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. കാരണം അത്രയേറെ മാനസിക പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും, അത് ശാരീരികമാകാം, മാനസികമാകാം, സാമ്പത്തിക തടസ്സങ്ങളാകാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെ കൈവിട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും. അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഭഗവാനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞാൽ നമുക്ക് നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെയാണ് ഈ കാണുന്ന ഈ ഒരു പുണ്യഭൂമിയിലേക്ക് ഓരോ ഭക്തജനങ്ങളും ഇവിടേക്ക് കയറി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. കാരണം ഇവിടെ വരുന്ന 99% അല്ലെങ്കിൽ 100% ഇവിടെ വരുന്ന വിശ്വാസികൾക്കും പറയാനുള്ളത് അവരുടെ സങ്കടങ്ങൾ തീർന്നു, അവരുടെ കണ്ണുനീർ തോർന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഭഗവാന്റെ പുണ്യഭൂമിയിൽ നിന്നും ക്യാമറമാൻ ജുവലിനൊപ്പം സജീവ്.